കർക്കടക സംക്രാന്തി ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും മാസം. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുന്നതിനെയാണ് സംക്രമം എന്ന് പറയുന്നത്. സൂര്യൻ 12 മാസങ്ങളിലൂടെ 12 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. ഓരോ രാശിയിലും ഒരു മാസം വീതം. 2025 ജൂലൈ 16 ബുധനാഴ്ച വൈകിട്ട് പുലർച്ചെ 5 മണി കഴിഞ്ഞ് 32 മിനിറ്റിനാണ് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സംക്രമത്തെയാണ് കർക്കടക സംക്രമം എന്ന് പറയുന്നത്. കർക്കടക സംക്രാന്തി വളരെ സവിശേഷമായ സമയമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സമയത്ത് വീടുകളിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യത്തിന് കാരണമാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ കനകധാര സ്തോത്രം, ആദിത്യഹൃദയം, സൂര്യസ്തോത്ര മഹാമന്ത്രം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ്. കർക്കടക സംക്രാന്തിയും ആചാരങ്ങളും. കർക്കടക സംക്രാന്തി ഉത്തരായനത്തിന്റെ അവസാനവും ദക്ഷിണായനത്തിന്റെ തുടക്കവുമാണ്. ഇത് രാമായണ മാസത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന സമയമാണ്. മിഥുനമാസത്തിലെ അവസാന ദിവസമാണ് കർക്കടക സംക്രാന്തി ആചരിക്കുന്നത്. കർക്കടക സംക്രാന്തിക്ക് മുൻപായി വീടും പരിസരവും വൃത്തിയാക്കി ചേട്ട ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ അകത്ത് പ്രതിഷ്ഠിക്കണം എന്നൊരു വിശ്വാസമുണ്ട്. ഇതിനായി സംക്രമത്തിന്റെ തലേദിവസം സന്ധ്യയ്ക്ക് വീടിന്റെ അകവും പുറവും പറമ്പും പൂർണ്ണമായും വൃത്തിയാക്കണം. മുഷിഞ്ഞ വസ്ത്രങ്ങളും മറ്റും ഒരു കീറപ്പായിലെടുത്ത് ചുരുട്ടി ഒരു കലവും പായും കൊണ്ട് ഒരാൾ വീടിന് ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കളയും. കലത്തിൽ തിരി കത്തിച്ചു വെച്ചിരിക്കും. പായും കലവും അശ്രീകരത്തിന്റെ പ്രതീകമായ ചേട്ട ഭഗവതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചടങ്ങിന് ചേട്ടയെ കളയൽ എന്നാണ് പേര്. ചേട്ടയെ കളയുന്നയാൾക്ക് ചിലയിടങ്ങളിൽ കുളിച്ചു വന്നാൽ പുതിയ വസ്ത്രം നൽകാറുണ്ട്. കർക്കടകം 1 രാവിലെ ദശപുഷ്പങ്ങൾ വെച്ച് ശ്രീഭഗവതിയെ വീട്ടിലേക്ക് എതിരേൽക്കും. രാവിലെ കുളിച്ച് വീട് വൃത്തിയാക്കി വിളക്ക് കൊളുത്തി കിണ്ടിയിൽ വെള്ളവും തുളസിയും താലത്തിൽ ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും രാമായണവും പുതുവസ്ത്രവും വെക്കണം. വൈകുന്നേരം ഇതെടുത്തു മാറ്റും. കർക്കടകമാസത്തിൽ എല്ലാ ദിവസവും ഇത് തുടരുകയും രാമായണം വായന പൂർത്തിയാകുന്നതോടെ ഈ ആചാരം സമാപിക്കുകയും ചെയ്യുന്നു. പഴയ പായ, പഴയ മുറം, പഴയ ചൂല് എന്നിവ മുറത്തിൽ കെട്ടി വിളക്ക് കത്തിച്ച് സന്ധ്യയ്ക്ക് തോടിലോ നദിയിലോ ഒഴുക്കുന്ന പതിവുമുണ്ട്. ഈ സമയം കുട്ടികൾ കള്ളകർക്കടകം പൊന്നിൻ ചിങ്ങമാസം വാ വാ എന്ന് ആർത്തുവിളിക്കാറുണ്ട്. കർക്കടക സംക്രാന്തി പ്രതീക്ഷയുടെ ഉത്സവമാണ്.